ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ ALPയുടെ പ്രീവിയസ് ഇയർ അല്ല, ALP CBT 1ന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്ന കാര്യമാണ് അടുത്ത എക്സാംസിന്റെയും കൂടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ, ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമുക്ക് അന്നത് പ്രോപ്പറായിട്ട് എന്താ പറയാ ചെയ്തു വരാനായിട്ട് നമ്മുടെ സാഹചര്യങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, ഇക്കഴിഞ്ഞ എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള RRB ആണെങ്കിലും SSC ആണെങ്കിലും അവരുടെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എക്സാംസിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടാവുക. അപ്പം എന്തിനാണ് ഈ ക്ലാസ്സുകൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എന്താ പറയാ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഐക്കാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അത് കാണാത്തവര്, എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് എന്നുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. ജസ്റ്റ് ഞാനൊന്ന് പറയാം. RRB ആണെങ്കിലും SSC ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാംസ്, നമ്മളിപ്പം ഒരു വർഷം അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷന്റെ അണ്ടറിൽ വരുന്ന എക്സാംസ് അല്ലെങ്കിൽ RRBയുടെ ഒരു സമയത്ത് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാംസ് എല്ലാം അവർ ഒരേ പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ടെക്നീഷ്യൻ ഒക്കെ എഴുതിയവർക്ക് മനസ്സിലാവും. നമ്മുടെ ALP ക്ലാസ്സുകൾ കണ്ടുപോയിട്ട് ടെക്നീഷ്യൻ എക്സാം എഴുതിയ ഒരുപാട് പേര്, ഇൻക്ലൂഡിങ് ഞാനും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് എല്ലാം മനസ്സിലായ ഒരു കാര്യമുണ്ട്, ALPക്ക് ചോദിച്ചിട്ടുള്ള അതേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു മാത്സിലും റീസണിങ്ങിലും ടെക്നീഷ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടേക്ക് വരുന്ന NTPCക്കും ഗ്രൂപ്പ് ഡിക്കും ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ അന്ന് ചെയ്തത് ഷിഫ്റ്റ് വൈസ് ആയിരുന്നു, മിക്സ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നത്. ഇന്നിപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ടോപ്പിക് വൈസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്കറിയാലോ ഒരുപാട് ഒരു ഷിഫ്റ്റിലോ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനകത്ത് LCM and HCF ആണ് ആദ്യം നോക്കുന്നത്. ആകെ 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സമയം കളയാണ്ട് ക്ലാസ്സിലേക്ക് പോവാം. Okay, first question. Find the LCM of the numbers 5, 12.5 and 0.05. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, 5, 12.5, 0.05. ഈ മൂന്ന് നമ്പേഴ്സിന്റെ LCM ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ എങ്ങനെയാണ് LCM കാണുക? LCM കാണാൻ നമുക്കറിയാം. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്താണ്, ഇവിടെ ഡെസിമൽസ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനെയൊക്കെ ഒന്ന് ഡെസിമൽ മാറ്റുക. 5 അങ്ങനെ തന്നെ എഴുതി 12.5 മാറ്റണമെങ്കിൽ 5 അങ്ങനെ തന്നെ എഴുതുക എന്നുള്ളത് നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, 3 എണ്ണം നോക്കും. ഇവിടെ 2 ഡെസിമൽ പോയിന്റ് മാറ്റണം അല്ലെ. ഞാൻ പറയണ കാര്യം മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പൊ എന്താണ്, ഈ ഒരു 2 എന്താ പറയാ പോയിന്റ്സ് ഇങ്ങോട്ടേക്ക് മാറ്റണം. ഇങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം ഇൻറ്റു 100 ചെയ്യാൻ പറ്റില്ല അല്ലെ, എല്ലാം ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 500 എന്ന് കിട്ടും. 12.5 നമുക്ക് എന്ത് കിട്ടും, 1250 എന്ന് കിട്ടും. ഇത് 5 എന്നും കിട്ടും. ഇനി ഇതിന്റെ LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ LCM എങ്ങനെ കണ്ടുപിടിക്കും, ഇതിന്റെ LCM നമ്മൾ കണ്ടുപിടിക്കുന്ന ടൈമിൽ നമുക്കറിയാം, LCM കണ്ടുപിടിക്കാൻ അറിയാം. ഇത് 2G എന്ന ടൈമിൽ ഇവിടെ 250 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 625. ഈ 5 നമ്മൾ അങ്ങനെ തന്നെ താഴേക്ക് എഴുതും. then again ഇവിടെ നമുക്ക് 2 തന്നെ വെച്ച് ചെയ്യണം. 250 ഉള്ളത് കൊണ്ട് 252 ല് 125 ടൈംസ് ആണ് പോവുക. 625 അങ്ങനെ തന്നെ എഴുതി, 5 അങ്ങനെ തന്നെ എഴുതി. ഇനി ഇത് 3 പോകുമോന്ന് നോക്കുക. ഇതിൽ ഏത് നമ്പറും 3 പോവില്ല. പിന്നെ അടുത്തത് ഏതാണ്, അടുത്ത പ്രൈം നമ്പർ 5 ആണ്. സോ നമ്മളിവിടെ 125 5 എത്ര ടൈംസ് പോകും, 25 ടൈംസ് പോകും. 625 ആണെന്നുണ്ടെങ്കിൽ എത്ര ടൈംസാ പോവുക, 125 ടൈംസ് പോകും. ഇവിടെ 1 എന്ന് എഴുതും. again ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 എന്നും ഇവിടെ 25 എന്നും ഇവിടെ 1 എന്നും കിട്ടും. again നമ്മൾ 5 തന്നെ ഇവിടെ ഫോളോ ചെയ്താൽ 15
1. ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും? LCM കണ്ടുപിടിക്കാം അല്ലെ? LCM എങ്ങനെ കണ്ടുപിടിക്കും? 2 into 2 4, 4 into 5 20, 20 into 5 100, 100 into 5 500, 500 into 5 2500. 2500 നമുക്ക് ഇതിന്റെ LCM ആയിട്ട് കിട്ടും. 2500 LCM ആയി കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ into 100 ചെയ്തത് കൊണ്ടാണ് നമുക്ക് 2500 കിട്ടിയത് അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആൻസറിനെ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. സോ നമ്മുടെ LCM എത്രയാ വരിക? 25 എന്നാണ് LCM വരിക. മനസ്സിലായോ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള കാര്യം? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3 numbers are in the ratio 1:2:5 and their LCM is 1600. Find the HCF of these numbers. Okay. അപ്പൊ നമുക്ക് 3 നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം? x എന്നും 2x എന്നും 5x എന്നും എടുക്കാം അല്ലെ? LCM എത്രയാണെന്ന് പറയുന്നത്? LCM നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 2 into 5 into x ആണ് അല്ലെ LCM വരിക. അപ്പൊ എന്ത് കിട്ടും? 10x നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1600 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? 10x 1600 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1600 ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x-ന്റെ വാല്യൂ 160 എന്ന് കിട്ടും അല്ലെ? ഇങ്ങനെ തന്നെയാണോ ചെയ്യുക അല്ലെ? മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമ്മൾ ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 3 എണ്ണത്തിലുമുള്ള കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ LCM ഇത് 3 എണ്ണത്തിലും എന്തുണ്ട്? x ഉണ്ട്. ആ x നമ്മൾ ഇവിടെ എടുത്തു. പിന്നെ ബാലൻസ് ഉള്ള നമ്പേഴ്സ് ഒക്കെ 5ഉം 2ഉം ഒക്കെ എടുത്തു. അങ്ങനെയാണ് നമുക്ക് ഇവിടെ 10x എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് വെച്ച് ചെയ്തപ്പോൾ x-ന്റെ വാല്യൂ 160 എന്ന് കിട്ടി. ഇനി നമ്മളോട് HCF ആണ്. എന്തിന്റെയാ കണ്ടുപിടിക്കേണ്ടത്? 160, 320, 800 എന്നാണ് നമുക്ക് നമ്പേഴ്സ് കിട്ടുന്നത് അല്ലെ? അപ്പം ഇതിന്റെ HCF നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്ക്, 160 into 2 ചെയ്യുമ്പോഴാണ് 320 കിട്ടുന്നത്, into 5 ചെയ്യുമ്പോഴാണ് 800 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഇതിന്റെ HCF എന്തായിരിക്കും? 160 ആണ് അല്ലെ? 160 അല്ലേ HCF വരുന്നത്? ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? അടുത്തത് ഫൈൻഡ് ദ HCF ഓഫ് 2410 ആൻഡ് 2700. 2410ന്റെയും 2700ന്റെയും എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? HCF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് HCF കാണാൻ എന്ത് ചെയ്യാൻ അറിയാം? പ്രൈം ഫാക്ടറൈസേഷൻ അറിയാം അല്ലെ? അപ്പൊ ആദ്യം നമ്മൾ 2 വെച്ച് ചെയ്യും. 2 വെച്ച് ചെയ്യുമ്പോൾ 1 2 5 എന്ന് കിട്ടും അല്ലെ? 1 2 5 എന്നല്ലേ കിട്ടുന്നത്? 1 2 0 5 എന്ന് കിട്ടും. സോറി, 0 5 എന്ന് കിട്ടും. ഇത് നമ്മൾ 3 വെച്ച് നോക്കുമ്പോൾ 3 വെച്ച് പോവില്ല, പിന്നെ ഉള്ളത് 5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 4 എന്ന് കിട്ടും, ഇവിടെ 1 എന്നും കിട്ടും. ഓക്കെ, 241 എന്ന് കിട്ടി. ഇത് 241 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, 241 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ്. സോ നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. അടുത്തത് 2700, 2700. നമ്മൾ ആദ്യം 2 വെച്ച് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 3 5 0 എന്ന് കിട്ടും. then again 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 then 7 5 എന്ന് കിട്ടും. 675 എന്ന് കിട്ടും. 3യിൽ പോവോ എന്ന് നമുക്ക് നോക്കാം അല്ലെ? 3യിൽ പോവോ എന്ന് നോക്കുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 5 എന്ന് കിട്ടും. ഓക്കെ, ഇത് 3യിൽ പോവോ? 3യിൽ പോവും. എങ്ങനെ കിട്ടും? 7 എന്നും 5 എന്നും കിട്ടും. again ഇതും 3യിൽ പോവും, നമുക്ക് 25 എന്ന് കിട്ടും. ഇത് എന്തിലാ പോവുക? 5ലാണ് പോവുക, ഇവിടെ 5 എന്ന് കിട്ടും. HCF കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എന്താ വരുന്നത്? 2 into 5 into 241 എന്നാണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 2 square into 3 cube into 5 square എന്നാണ് വരുന്നത്. HCF ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് നോക്കുക. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് 2 and 5 ആണുള്ളത്. ദെൻ എന്താ ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ ലോവസ്റ്റ് എക്സ്പൊണന്റ് ആണ് നോക്കേണ്ടത് അല്ലെ? ഏറ്റവും കുറഞ്ഞ എക്സ്പൊണന്റ്. അപ്പൊ ഇവിടെ ഈ 2ഉം 5ഉം തന്നെയാണ് അല്ലെ കുറഞ്ഞത്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് HCF ആയിട്ട് എന്താണ് കിട്ടുന്നത്? 10 ആണ് HCF ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത
ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ മുന്നത്തെ എൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാനായിട്ട് പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു ഇതിനകത്ത് തന്നിട്ടുണ്ടാവില്ല നമ്മൾ LCM ആണോ HCF ആണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം. ഓക്കെ, അവിടെ നമ്മൾ നമ്മുടെ ലോജിക് ആണ് ആദ്യം വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ ട്രാഫിക് ലൈറ്റ്സ് അറ്റ് 3 ഡിഫറെന്റ് ക്രോസിംഗ്സ് ടേൺ റെഡ് ആഫ്റ്റർ എവറി 30 സെക്കൻഡ് 45 സെക്കൻഡ് 60 സെക്കൻഡ് റെസ്പെക്റ്റീവ്ലി. എന്താ ചെയ്യുക, റെഡ് ആവുന്നത് എപ്പോഴാണ്, 30 സെക്കൻഡ് 45 സെക്കൻഡ് 60 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, 3 ക്രോസിങ്ങിലുള്ളത് എന്താവും, റെഡ് കളർ ആവും. ഓക്കെ, അവര് 8:30 ആദ്യം ഒരുമിച്ച് എന്താവും, റെഡ് സിഗ്നൽ വരും. ഇനി എത്ര മണിക്കാണ് ഇവരെന്താവുന്നത്, ഒരുമിച്ച് റെഡ് സിഗ്നൽ കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി എത്ര മണിക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്തായാലും എന്തായിരിക്കും, ഈ തന്നിരിക്കുന്നതിനേക്കാൾ വലിയൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്, അല്ലെ സമയമാണ്. അപ്പൊ എന്താണ്, ഈ തന്നിരിക്കുന്നതിനേക്കാൾ വലിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ തന്നിരിക്കുന്നതിനേക്കാൾ വലിയ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, LCM ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ. ഒന്നുകിൽ ഒരു 60 സെക്കൻഡ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ എന്തായിരിക്കും, LCM. ഓക്കെ, അപ്പം ഇതിന്റെ LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, 30 45 60 എന്ന് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ആദ്യം 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 15 എന്നും ഇവിടെ 45 എന്നും ഇവിടെ 30 എന്നും കിട്ടും. എഗെയിൻ ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 15 45 അതുപോലെ തന്നെ എഴുതി, ഇവിടെയും നമ്മൾ 15 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ എന്ത് വെച്ച് ചെയ്യാം, 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്ക് 5 എന്ന് കിട്ടും. 45 നമുക്ക് എന്ത് കിട്ടും, 1. ദെൻ എന്ത് കിട്ടും, 15 എന്ന് കിട്ടും. ആഫ്റ്റർ ദാറ്റ് ഇവിടെ 5 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യും, 3 വെച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ 5 5 5 എന്ന് കിട്ടും. ഇവിടെ 5 വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും, 1 1 1 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് ചെയ്തതെന്ന്? ഇനി നമുക്ക് ഇതിന്റെ LCM നോക്കാം. 2 into 2 4 ആണ്. 4 3s are 12. 12 3s are എത്രയാണ്, 36 ആണ്. അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേറൊരു വഴി ചെയ്യാം. 5 into 2 10 ആണ്. 10 into 2 എന്താണ്, 20 ആണ്. 20 into 3 എന്താണ്, 60 ആണ്. 60 into 3 എന്താണ്, 120 ആണ്. സോ 120 ആഫ്റ്റർ 120 സെക്കൻഡ് ആണ് ഇനി എന്ത് ചെയ്യുന്നത്, ഇനി അവര് ഒരുമിച്ച് റെഡ് കളർ ആവുന്നത്. അപ്പൊ 120 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ്, അല്ലെ. അപ്പം 8:30 ഒരുമിച്ച് 120 തന്നെയാണോ വരണേന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. 5 into 2 10 10 into 2 എന്താണ് 20 20 into 3 60 60 into 3 180 180 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കേട്ടോ, 120 അല്ല 180 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇനി എന്ത് ചെയ്യുന്നത്, അവർ ഒരുമിച്ച് റെഡ് സിഗ്നൽ കാണിക്കുന്നത്. അപ്പം 180 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്, 3 മിനിറ്റ് ആണ്, അല്ലെ. 3 മിനിറ്റ് അല്ലേ 180 സെക്കൻഡ്. അപ്പം 8:30 അവർ ഒരുമിച്ച് റെഡ് കാണിച്ചാൽ പിന്നെ ഇനി അവർ കാണിക്കുന്നത് എപ്പോഴാണ്, 8:33 AM ഇനി അവർ ഒരുമിച്ച് റെഡ് സിഗ്നൽ കാണിക്കുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ, മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ എപ്പോഴും പറയണ പോലെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആൻസേഴ്സ് ചെയ്യുമ്പോൾ കുറുക്കു വഴി കൂടെ പോകുന്നതിലും നല്ലത്, എല്ലാവർക്കും കുറുക്കു വഴി അറിയാവുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. അത് അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വർക്കിംഗ് സ്പീഡ് കൂട്ടുക, നമ്മൾ ചെയ്യുമ്പോഴുള്ള സ്പീഡ് കൂട്ടിയാൽ മതി. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സ്പീഡ് നിങ്ങൾ കണക്കാക്കണ്ട. കാരണം എന്താണ്, അറിയാത്തവർക്കും കൂടെ പറഞ്ഞു തരാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പോകുന്നത്, നിങ്ങൾ സ്പീഡിലായിട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്താ നമുക്ക് പറഞ്ഞിരിക്കണേ, HCF ആൻഡ് LCM രണ്ട് നമ്പേഴ്സിന്റെ HCF ഉം LCM ഉം തന്നിട്ടുണ്ട്, ഒരു നമ്പറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് LCM into HCF is equal to X into Y എന്ന് നമുക്കറിയാം, അല്ലെ. അപ്പം ഇതിൽ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് LCM 6 HCF 6 തന്നിട്ടുണ്ട്, LCM 1824 തന്നിട്ടുണ്ട്, ഒരു നമ്പർ 96 എന്നും തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കണം, അല്ലെ. അടുത്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, 3 വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 3
2. ഇത് ഇവിടെ ചെയ്യുക. ഇത് 96 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ഞാൻ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു തന്നത് കേട്ടോ. 32 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 14 ആണ് കിട്ടുന്നത് അല്ലെ? 14 ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി 1824 14 വെച്ച് ഡിവൈഡ്, അല്ലെങ്കിൽ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 7 കിട്ടും, ഇവിടെ എന്ത് കിട്ടും? 9 1 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 912നെ നമുക്ക് എന്ത് ചെയ്യാം? 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 912നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പൊ 216 അല്ല എന്ന് മനസ്സിലായി, 7. ഓക്കെ, ബാലൻസ് 2, ഇവിടെ 1. അടുത്തത് എന്താ വരുന്നത്? ഇവിടെ അപ്പൊ എന്ത് വരും? എന്താ വരുന്നത്? 3 എന്ന് വരും. ഞാൻ ചെയ്തതിൽ എവിടെയോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, എന്താ നമുക്ക് വരുന്നത്? 6 into 1824 divided by 96. നമുക്ക് 6 വെച്ച് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. 96 divided by 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 96 divided by 6 ചെയ്താൽ 16 ആണ്. ഓക്കെ, എനിക്ക് ഇവിടെ പറ്റിയ അബദ്ധമാണ്. 14 ആയിരുന്നില്ല, അവിടെ 16 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 16 നമുക്ക് എത്ര ടൈംസ് ആ പോവുക? 8 ടൈംസ് ആണ് 2ൽ പോവുക. ഇവിടെ ആണെങ്കിൽ 9 1 2 എന്ന് വരും. അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 4 എന്ന് കിട്ടും. അവിടെ എന്താ കിട്ടുന്നത്? ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഇവിടെ 4 then 5 എന്ന് കിട്ടും. then എന്താ കിട്ടുന്നത്? 4 6 എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 4ന്റെ അവിടെ 2 എന്ന് കിട്ടും. then 5യുടെ അവിടെ നമുക്ക് 2 എന്ന് കിട്ടും. 8 എന്ന് കിട്ടും. ഇവിടെ 2 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 114 എന്നാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ എങ്ങനെയാ ചെയ്യണത് എന്നുള്ള കാര്യം? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഇത് കുറേ അറിയുന്ന ആൾക്കാരായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. അടുത്തത്, what is the greatest common factor of any two distinct prime numbers? രണ്ട് prime numbersന്റെ common factor. നമുക്ക് അതൊരു കൺഫ്യൂഷനും വേണ്ട. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 കോമൺ ഫാക്ടർ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ കൂടുതലായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൻസർ എന്തായിരിക്കും? 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആയില്ലേ? അടുത്തത്, the sum of two numbers is 35 and their LCM is 306. what are those numbers? രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് 35 എന്നും അവരുടെ LCM 306 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നമ്പേഴ്സ് എക്സും വൈയും ആയിട്ട് എടുത്താൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സ് പ്ലസ് വൈ 35 ആണെന്ന് തന്നിട്ടുണ്ട്. LCM ഓഫ് എക്സ് ആൻഡ് വൈ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 306 ആണെന്നും തന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? LCM into HCF അല്ലെ? HCF into LCM is equal to x into y എന്ന് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? HCF നമ്മൾ H ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, HCF H ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ഓക്കെ, HCF H ആയിട്ട് എടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു നമുക്ക് ഓക്കെ, അപ്പം ഇത് വേണ്ട. ഇതല്ലാണ്ട് ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞു തരട്ടെ. നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്തു എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം പിടിക്കും. ഓക്കെ, കുറച്ചധികം സമയം പിടിക്കും എന്നല്ല, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമുക്ക് എന്തറിയാം? ഇവിടെ നമ്മൾ HCF into LCM equal to x into y എന്ന് നമുക്ക് അറിയാം അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LCM of ഒരു മിനിറ്റ്,
ഓക്കെ, ഇത് ഭയങ്കരമായിട്ട് നമുക്ക് സമയം പിടിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് നോക്കട്ടെ, ചെറിയ എന്തെങ്കിലും ഒരു ഇത് ഭയങ്കരമായിട്ട് സമയം എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു 306 വരുന്ന നമ്പേഴ്സ് നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം 16ല് 306 പോകുന്നുണ്ടോ? ഇത് പോവോ? 16ഉം 19ഉം കൂടെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് 16 × 19 ചെയ്യുമ്പോൾ നമുക്ക് 304 എന്നാണ് കിട്ടുക. സോ അതല്ല നമ്മുടെ നമ്പർ വരുന്നത്. അടുത്തത് 14 × 21 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 294 ആണ്. സോ അതും വരില്ല. 13 × 22 എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈ മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. 17 × 18 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 306 ആണ്. സോ ഇറ്റ് ഈസ് ദ LCM എന്ന് പറയുന്നത്. ഓക്കെ, കാരണം എന്താണ്? 17 ഒരു പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അവിടെ കൂടുതലായിട്ട് നമ്മൾ ക്ലാരിഫിക്കേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? 17 × 18 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ അതാണ് LCM വരുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ഇത്രയും കാര്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ ഞാൻ സ്റ്റെപ്പ് പറഞ്ഞു തരാം എന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത്. പക്ഷെ സ്റ്റെപ്പ് ഭയങ്കര ലെങ്തി ആയിട്ട് പോവുകയാണ്. സോ നമുക്ക് അത്രയും ആവശ്യമില്ല, ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. LCM HCF ആ ഭാഗത്ത് നിന്നിട്ട്. അപ്പം നമ്മൾ മാത്സ് ക്ലാസ്സുകൾ ചെയ്തിട്ട് കുറച്ച് കാലം ആയതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കും നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതെല്ലാം മറികടന്ന് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എന്നെ വേറെ പല ചാനലുകളിലും പലയിടത്തും കണ്ടതായിട്ട് പലരും പറയുന്നത് ഞാൻ അറിഞ്ഞു. കാരണം അക്കാദമീസിൽ എന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിന്റെ വീഡിയോസിന്റെ താഴെ തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെയാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിട്ടായിരുന്നു എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം അക്കാദമീസിൽ പോയത് കൊണ്ട് ഞാൻ ഇനി ഇവിടെ ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ അതിലൊരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഇവിടെ എന്തായാലും കണ്ടിന്യൂ ചെയ്യണതായിരിക്കും. എനിക്ക് ഈ ഒരു ക്ലാസ്സുകൾ വഴി കിട്ടിയ ഒരു ജോബ് ഓഫർ ആണ് അക്കാദമീസിൽ. നിങ്ങളെ പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനും. അപ്പം അതുവഴി കണ്ടിട്ട് സാർ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന്. അവിടെ ഞാൻ ഹാൻഡിൽ ചെയ്യണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്നല്ല, കുറച്ച് പേർക്കെങ്കിലും അറിയാം. ഫിസിക്സ് കെമിസ്ട്രിയാണ് ഹാൻഡിൽ ചെയ്യണത്. അപ്പൊ ഇവിടെ നമുക്ക് അതും ഇതും തമ്മിൽ ഒരു കൂട്ടിക്കൊഴുക്കലോ ബന്ധമോ ഒന്നുമില്ല. അത് ആ വഴിക്ക് പോകുന്നു. എൻ്റെ ഇതിനകത്ത് കാണാൻ പറ്റുന്നവർ ഇത് കാണുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കാണുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.